നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഫ്രൂട്ട് സാലഡാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട് കസ്റ്റേർഡ് സാലഡാണ്. സാധാരണ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഇതിൽ കസ്റ്റേർഡ് പൗഡർ ഇല്ല, ഇതിൽ അരിപ്പൊടി ചേർത്തിട്ടില്ല, ഗോതമ്പ് പൊടി ചേർത്തിട്ടില്ല, കോൺഫ്ലവറും ചേർത്തിട്ടില്ല. വീഡിയോ കണ്ടു നോക്കുക എങ്ങനെയാണ് ഞാൻ ഈ കസ്റ്റേർഡ് ഉണ്ടാക്കിയതെന്ന്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ആദ്യമായിട്ട് 2 കപ്പ് നല്ല ഫുൾ ക്രീം പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറിന് പകരമായിട്ട് 3 ടേബിൾ സ്പൂൺ ആരോ റൂട്ട് പൗഡറാണ്, അതായത് കൂവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് 3 ടേബിൾ സ്പൂൺ പാലിൽ നല്ലതായിട്ടൊന്ന് ചാലിച്ചെടുക്കാം. ആരോ റൂട്ട് കസ്റ്റേർഡ് പൗഡറിനെയും ഗോതമ്പ് പൊടിയേക്കായി വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പൗഡറാണ്. കട്ട കെട്ടാതെ ഇതൊന്ന് അലിയിച്ചെടുക്കുക. അതിനുശേഷം അത് ഓപ്ഷണലാണ്. കളർ വേണ്ടവർക്ക്, നമ്മൾ ഓർഗാനിക്കായിട്ടാണ് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. കളറിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും ഒന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. പാലിന് പകരം വെള്ളത്തിൽ അലിയിച്ചാലും മതി. അതവിടെ വെക്കുക. ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നല്ലതായിട്ട് മധുരം വേണ്ടവർക്ക് അത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. ഇത് ഏകദേശം 4 പേർക്ക് കഴിക്കാവുന്ന ഫ്രൂട്ട് സാലഡാണ്. 2 കപ്പ് പാല് നല്ലതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇത് നിർത്താതെ ഇളക്കി കൊടുക്കണം. പാട ചൂടാനായിട്ട് ഇടയാകരുത്. ഇത് തിളച്ചു വരുമ്പോഴത്തേക്ക് സിമ്മിലേക്ക് തീയാക്കുക. എന്നിട്ട് നേരത്തെ ആരോ റൂട്ടിൻ്റെ ആ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തീ ഏറ്റവും ലോവിൽ വെച്ച് ഒരു 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പാലിൻ്റെ മിശ്രിതം കട്ടിയായി വരുന്നത് കാണാം. ഇത് ഓഫ് ചെയ്യുക, തണുപ്പിക്കുക. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സും ചേർക്കുക. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 1/2 കപ്പ് ആപ്പിള്, 1/2 കപ്പ് പ്ലം, പിന്നെ സീഡ്ലെസ് ഗ്രേപ്സ്, പിന്നെ 1/2 കപ്പ് തന്നെ പഴവും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. ഈ എല്ലാ പഴങ്ങളും അരിഞ്ഞ് പഞ്ചസാരയിൽ ജസ്റ്റ് ഒന്ന് ആപ്പിളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കളറ് പോകാതിരിക്കാനായിട്ട്, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. അതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർക്കുന്നുണ്ട്, സ്ലൈസ് ചെയ്തത്. വീണ്ടും ഒരു 15 മിനിറ്റ് കൂടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. ഇപ്പോൾ നമ്മളുടെ ഫ്രൂട്ട് സാലഡ് അല്ലെങ്കിൽ ഫ്രൂട്ട് കസ്റ്റേർഡ് സാലഡ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഹെൽത്തി ആയിട്ട് ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, ഷൈന തോമസ്.